ശരി, നേരെ അങ്ങോട്ട് പോയാൽ മതി. എക്സ്ക്യൂസ് മീ. യെസ്. ഒരു എഴുത്തുണ്ട്. ഇനി തരും. സോറി, പേഴ്സണൽ ലെറ്റർ ആണ്. മിസ്സസ് രാധാ വിജയന്. ഇരിക്കൂ. മിസ്റ്റർ ഷെനായി അയച്ച ആളാണ്. മില്ലിലെ കാര്യങ്ങളൊക്കെ. ശരി. മോഹൻ ചെറിയാൻ. ഇതിൽ ഒപ്പിടും. ഇദ്ദേഹത്തെ എന്റെ വീട്ടിലേക്ക് അയക്കൂ. വൈകിട്ട് ഗസ്റ്റ് ഹൗസിലേക്ക് പോവാം. താങ്ക്സ്. പവർ ലൂംസിനെ കുറിച്ച് എനിക്ക് വല്ലതും അറിയാമോ? ടെക്സ്റ്റൈൽ എഞ്ചിനീയറിംഗ് പാസ്സായിട്ടുണ്ട്. ഫാക്ടറി ജോലിയുടെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചത്. മഫത് ലാലിൽ പ്രൊഡക്ഷൻ ആൻഡ് പ്ലാനിങ്ങിലായിരുന്നു കഴിഞ്ഞ 2.5 കൊല്ലം. അപ്പൊ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ പരിചയം കാണില്ല. MBA ഡിഗ്രി ഉണ്ട്. എക്സ്ക്യൂസ് മീ, ഞാൻ വന്ന ടാക്സി വെയിറ്റ് ചെയ്യാണ്. ഞാൻ ആളിനെ കൂടെ അയക്കാം. താങ്ക് യു. ഈ 3 ആളും മുമ്പ് ഒരു നെയ്ത്ത് കമ്പനിയിൽ ഒരുമിച്ച് പണിയെടുത്തവരാ. അവിടെ നിന്ന് വിട്ട് ഈ ഒരു മഗ്ഗം വെച്ച് തുടങ്ങി. മില്ലും ബംഗ്ലാവും ഈ കാണായ സ്വത്തുക്കളെല്ലാം അതിൽ നിന്ന് ഉണ്ടാക്കിയതാ. ഈ നിൽക്കുന്നത് കുഞ്ഞിക്കണ്ണൻ മേസ്ത്രി, മൂപ്പര വലിയ മുതലാളി. ഈ പെൺകുട്ടി മൂപ്പര പെങ്ങളാ. 10-17 വയസ്സ് വരെ പൊന്നു പോലെ പോറ്റി. പിന്നെ ഒരു അന്യമാസത്തിന്റെ കൂടെ അത് പോട്ടെ. തലയെക്കെട്ടുകാരൻ ആനന്ദൻ, മൂപ്പര മോളയാ മുതലാളിയുടെ മകൻ വിജയം മംഗലം കഴിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവിടെയുള്ള രാധ. മറ്റൊരു ചാത്തു കള്ളൂടിയാനായിരുന്നു, ഇടയ്ക്ക് വെച്ച് തെറ്റിപ്പോയി. എന്നാലും ഈ കുടുംബത്തിന് യാതൊരു ദോഷവും ചെയ്തിട്ടില്ല. ചാത്തുവിന്റെ മോനാ ഈ അനർത്ഥം മുഴുവൻ ഉണ്ടാക്കുന്നത്. കേട്ട് കാണും യൂണിയൻ ലീഡർ സഖാവ് രാഘവൻ. മിസ്റ്റർ മോഹൻ ചെറിയാനല്ലേ? കമ്മിങ് കമ്മിങ്. വരാൻ പോകുന്ന പടത്തിന്റെ പരസ്യം പോലെ നിങ്ങളുടെ വരവിന് ഷേനായുടെ ആഡ് കലക്കി. വിജയന്റെ പെങ്ങളാ. ഇന്ദിര. ഇവിടെ എന്തോന്ന് വിളിക്കും? ബോംബെയിൽ എവിടെയായിരുന്നു താമസം? മാട്ടുങ്ക. മലബാർ ഹില്ലിൽ പോയിട്ടുണ്ടോ? സ്റ്റാർസ് ഒക്കെ താമസിക്കുന്ന? ഉണ്ട്. മോളെ ചേച്ചി എപ്പോഴാ വരാന്ന് വിളിച്ചു ചോദിക്കും. ഇഷ്ടമുള്ളപ്പോ വരട്ടെ. നിങ്ങൾ ഗോവിന്ദയെ പരിചയപ്പെട്ടോ? ഞാനല്ലേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. അയ്യോ, ഗോവിന്ദേട്ടനെ അല്ല, ഗോവിന്ദ സിനി ആർട്ടിസ്റ്റ്. ഇപ്പൊ പെമ്പിളാർക്ക് മുഴുവൻ പുള്ളിയോടാണ് ഹരം. ബാങ്കിൽ പോയിരുന്നു, അതാ ലേറ്റ് ആയത്. ഗോനേട്ടാ, തണുത്തത് വല്ലതും കുടിക്കാൻ. വരൂ. എനിക്ക് ഓഫീസ് ഫയൽസ് ഒക്കെ ഒന്ന് കാണണം. പർച്ചേസ് ആൻഡ് സെയിൽസിന്റെ ഇൻവോയ്സും. സത്യനോട് ഞാൻ പറയാം. ആദ്യം മില്ലൊക്കെ ഒന്ന് കാണട്ടെ. സൂപ്രണ്ട് കളിക്കട്ടെ, എനിക്ക് ഇതിന്റെ വലിയ ലൈനില്ല. എനിക്കറിയാം. താൻ വാ, നമുക്ക് ആദ്യം സ്പിന്നിങ്ങിലേക്ക് പോവാം. വരി. ഇങ്ങോട്ട് പറിച്ചിടാ. നമ്മുടെ പുതിയ മാനേജറാ അത്. വിജയമലാലിന്റെ കേസ് പെട്ട് വരുത്തനാ. കേസ് വിട്ട് പിന്നെയും ചേർന്നതാ. മഹാപോക്കിരിയാ. വലിയ തൊഴിലാളി നേതാവ് സഖാവ് ഗോപാലേട്ടന്റെ മോനാണെന്നൊക്കെ പറഞ്ഞിട്ടെന്താ? അച്ഛനെ പറയിപ്പിക്കാനായിട്ടാണ് മോന്. ഇത് നമ്മളെ കൈത്തറി വിഭാഗ. പുതിയ മാനേജറാ. മീശ വളക്കാത്ത കുണ്ടനോ? 26 വയസ്സ് നടപ്പാണ്. ഇവിടെ കുണ്ടൻ എന്ന് പറഞ്ഞാൽ കുട്ടിയെന്നല്ലേ അർത്ഥം. വേറെ അർത്ഥമുണ്ട്. ഈ നല്ലി വിറ്റുന്ന പെണ്ണുങ്ങളോട് വർത്താനം പറയരുത്. മനുഷ്യനെ ചെറ്റിക്കുന്ന സൈസാ. മഹാപെടക്ക് വകയാണ്. മുകുന്ദൻ മാഷ് മൂപ്പരാണ് നമ്മളെ ചായ മുക്കണേന്റെ ഡൈങ് മാഷാണോ? അതെ. നിങ്ങളെന്താ ഇവിടെ? ഞാൻ ഇവരെ സഹായിക്കാം. കള്ളു കുടിക്കാതെ മൂന്ന മാസം കാണൂല. എന്നാലും പണിന്റെ കാര്യത്തിൽ കൃത്യ. വലിയ മുതലാളിയും വിജയ മുതലാളിയും സമ്മതിച്ച കാര്യമാണ്.
എവിടുന്ന് കിട്ടിയത് എനിക്കിതെല്ലാം? ഫോട്ടോ സാറിന്റെ പെട്ടിന്റെ അടിയിലെ കവർന്ന് എടുത്ത പല കൂടി കൊഴിഞ്ഞു വീണ്. അപ്പൊ ഞാനിങ്ങനെ ഫ്രെയിം ചെയ്ത് തൂക്കിയല്ലേ? എടുത്ത് മാറ്റണതെല്ലാം. വേണ്ട സാർ, മാറ്റണ്ട. സാറിന്റെ സ്വഭാവം തടിമെടുക്കും വരണമല്ലോ എന്ന് അറിയട്ടെ സാർ ആരാണെന്ന്. വേണ്ട വേണ്ട, ഞാനിത് മുഴുവൻ. പൊന്നു സാർ മാറ്റണ്ട, അവിടെ ഇരിക്കട്ടെ. സ്റ്റൈലായിട്ടുണ്ട് എന്റെ കലാപരൊക്കെ. കൊള്ളാം. താങ്ക് യു. ഇവിടെ നമ്മുടെ ഗസ്റ്റ് ഹൗസിലെ സൗകര്യങ്ങളൊക്കെ മതിയോന്ന് അന്വേഷിക്കാൻ പറഞ്ഞു രാധ. ഓ, ധാരാളം മതി. അടുക്കളപ്പണിക്ക് ഒരാളെ അന്വേഷിച്ചിട്ടുണ്ട്. കിട്ടിയാ പിന്നെ ഇവിടെ തന്നെ ആവാൻ വെപ്പും തീനൊക്കെ. ആ, വിളമ്പട്ടെ? അവിടെ വെച്ചേക്കോ, കുറച്ചായിട്ട്. ഓ, ഞങ്ങളുടെ മില്ലിലെ പുതിയ മാനേജരാണ്. പുള്ളിയെ നമുക്കൊന്ന് വാരണം. നമുക്ക് ഈ വണ്ടി തള്ളിക്കാം. തള്ളി തള്ളി അയാൾ തളരും. തളർന്ന് കൊറേ കാലം കണ്ടിട്ടില്ലേ, അതുപോലെ. എന്തിനടി പാവത്തിന്? പുള്ളി ഇന്നലെ വീട്ടിൽ വന്നിരുന്നു. നമ്മൾ തീരെ മൈൻഡ് ചെയ്തില്ല. അതിനൊരു ചെറു ശിക്ഷ. മിസ്റ്റർ മോഹൻ ചെറിയൻ, ഒന്ന് വരൂ. ഈ കാറൊന്ന് തള്ളിത്തരണം. ഒരു സഹായം. ഓ ഷുവർ. ഞാൻ മില്ലിൽ ചെന്ന് ആളുകളെ അയക്കാം. എടി, സിനിമ സ്റ്റൈലിൽ കോളേജിലെ പൂവാലന്മാരെ കറക്കി രസിക്കുന്ന നീ അതുപോലെ എല്ലാ ആണുങ്ങളെയും വീഴ്ത്താമെന്ന് കരുതി. പൂവർ ഗേൾ, എനിക്ക് നിന്നോട് സിമ്പതിയേ ഉള്ളൂ. Is it? Then I will take it as a challenge. Within 3 months അവനെ കറക്കി വീട്ടില്ലെങ്കിൽ ഈ തല ഞാൻ മുട്ടയടിക്കും. ആൻഡ്രൂസ് മുതലാളിയുടെ മോൾ ബെറ്റിനുണ്ടോ? മുട്ടയടിക്കാനില്ല, 2 മുട്ട കൊണ്ട് ബുൾസൈ ഉണ്ടാക്കി തരാം. നീ ജയിച്ചാൽ ഓക്കെ. 2 eggs. നിനക്ക് ബാഡ്ജ് കിട്ടിയോ? കിട്ടി. തലേ കെട്ട്. ആ കെട്ടടോ. ചുമടില്ലേലും നാണുവിനെ വേഷത്തിലെങ്കിലും ഒന്ന് കാണട്ടെ, ഒരു ചുമട്ടുകാരനായിട്ട്. ജോർ ബസ് സ്റ്റാൻഡിലോ മാർക്കറ്റിലോ വേണ്ടത്? മാർക്കറ്റിൽ മതി. ആ എന്നാ ചെല്ലു. മോനെ രാഘവ, നീ ചെയ്ത ഈ പുണ്യത്തിന് 5000 രൂപയാണ് യൂണിയന്റെ റേറ്റ്. അതിവിടെ തന്നിട്ട് പോയാൽ മതി. നിനക്കറിയില്ലേ ഞങ്ങളുടെ കാര്യം? അതുകൊണ്ടാ ഒന്നും വേണ്ടെന്ന് പറഞ്ഞത്. നാട്ടുകാരോട് വയക്കിനും വക്കാണത്തിനും പോകാണ്ട് മോൻ നല്ല മിടുക്കനായിട്ട് പണി ചെയ്യട്ടെ. ചെല്ലേ, ഞാനോട് പിടിക്കും. എനിക്ക് MLA ഒന്ന് കാണണം. എപ്പോഴാ ഇവിടെ വരിക? രാത്രിയാവും. പഴയങ്ങാടിയിലെ മീറ്റിംഗ് കഴിഞ്ഞേ വരൂ. മൂന്നേട്ടം പോയിക്കോ. ഇല്ല, ഞാൻ MLA കണ്ടേ പോകൂ. ബ്ലീച്ചിങ് പിന്നെയും കുഴപ്പമായി. പഴയ കേട് തന്നെ. ഈശ്വര, ഇനിയിപ്പോ ഞാൻ ബാംഗ്ലൂർ എഞ്ചിനീയറിംഗ് വർക്സിലേക്ക് വിളിക്കാൻ തുടങ്ങിയതാ. നിങ്ങളെ മാനേജർ സമ്മതിച്ചില്ലേ? സ്റ്റാർട്ട് ചെയ്തേ. അവിടെ നിന്ന് മാറിക്കും. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തേ. പുതിയ മാനേജർ ആള് മോശമല്ലല്ലോ. അല്ലെങ്കിൽ മെഷീൻ റിപ്പയർ ആണെന്നും പറഞ്ഞ് ഒരാഴ്ച പണിക്കാർക്ക് പൊരേ കുത്തിയിരിക്കാനും.
നിൽക്കണം. എന്താ അവരെ പരിശോധിക്കാത്തത്? അത് കൃത്യമായി ജോലി ചെയ്തില്ലെങ്കിൽ തന്നെ എനിക്ക് പിരിച്ചുവിടേണ്ടി വരും. പേടിപ്പിക്കാതെ സാറേ, പിരിച്ചുവിടുന്നു. എന്താ, ജോലി ചെയ്യാതെ കൂലി വാങ്ങാൻ തൊഴിലാളിക്ക് അവകാശം ഉണ്ടെന്നാണോ? ഒരു യൂണിയനും അങ്ങനെ വാദിക്കില്ല. അതുപോലെ ഇതിനകത്ത് വെച്ച് ബീഡി വലിക്കാനും സമ്മതിക്കില്ല. കുറ്റം ചെയ്തവരെ ശിക്ഷിക്കും, ആരായാലും, താൻ അടക്കം. ഇങ്ങനെ അപ്പൊ കാണാം. പണിമുടക്കാണോ കാണിക്കുക? എരിയുന്ന ബീഡിക്കുറ്റി കാരണം ഈ മില്ല് കത്തി നശിക്കുന്നതിലും ഭേദം അതാണ്. പിന്നെ ശക്തിയും ഭീഷണിയും ആണെങ്കിൽ ഈ പാവം പോക്കറെ പേടിക്കും. സംഘം ചേർന്ന് നിങ്ങളിൽ ചിലർ ഈ മില്ലിന്റെ ഉടമയെ വെട്ടിക്കൊന്നതായി എനിക്കറിയാം. അതിൽ ഭയപ്പെടുന്നവനാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. പരിശോധിക്കണോ? ആ